ഗായ്സ്, അപ്പോൾ ഞാൻ വേണ്ടിയിട്ട് ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു വെറൈറ്റി കണ്ടൻറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് മനുഷ്യർക്കൊക്കെ ഒരു ദിവസം സർവേ ചെയ്യണമെങ്കിൽ അത് ഫുഡൊക്കെ അടിച്ച് പുറത്തു പോയി ഫുഡൊക്കെ അടിക്കണമെങ്കിൽ തന്നെ 10,000-1000 മുകളിലൊക്കെ ആയിരിക്കും പലരുടെയും ഇത് വരുന്നത്, റേറ്റ് വരുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ ഉപേക്ഷിച്ച് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വെറും 200 രൂപയ്ക്ക് എങ്ങനെ ഒരു ദിവസം ഒരു മനുഷ്യനെ സർവൈവ് ചെയ്യാന്നുള്ള ഒരു കണ്ടൻറ്റാണ്. അതായത് അതിനകത്ത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് വരുന്നുണ്ട്, ലഞ്ച് വരുന്നുണ്ട്, ഡിന്നർ വരുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് വൈകിട്ട് വല്ല സ്നാക്സ് ഉണ്ടെങ്കിൽ, അതായത് ചായ കടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ വെറും 200 രൂപയ്ക്കകത്ത് എങ്ങനെ വരുന്നെന്നുള്ളതാണ് ഇന്നത്തെ നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പം ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിലുള്ള ചടങ്ങിലേക്ക് പോകാം. എന്താണ് മേടിക്കാനുള്ളത് എന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് വേഗം വീട്ടിലേക്ക്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് വരുന്നത്. ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ എടുത്തേക്കുന്നത് പൊറോട്ടയാണ്. പൊറോട്ടയും പിന്നെ പഞ്ചാരയായിരിക്കും നമ്മൾ സേവ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ 4 പൊറോട്ട മേടിച്ചിട്ടുണ്ട്. മേടിച്ചപ്പം 48 രൂപ ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ 48 രൂപ പോയിട്ടുണ്ട്. ഇനി 152 രൂപ ഉണ്ട് നമ്മുടെ ബാലൻസ്. അത് വെച്ച് നമുക്ക് ബാക്കി ഇനി സർവൈവ് ചെയ്യണം. ബാ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. 4 പൊറോട്ടയാണ്. പിന്നെ നമ്മൾ കറിയൊന്നും മേടിച്ചില്ല, അത് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. അതിന് പകരം നമ്മൾ പഞ്ചസാരയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ 4 പൊറോട്ടയും പഞ്ചസാരയാണ് ഇത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. നൊസ്റ്റാൾജിക് ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് പണ്ടൊക്കെ നമ്മൾ പൊറോട്ടയൊക്കെ കറിയിലൊക്കെ കൂട്ടിയിട്ടുണ്ടായിരിക്കും ചെറുപ്പത്തിലൊക്കെ. അപ്പോൾ നമ്മൾ കൂടുതലും പഞ്ചസാരയൊക്കെ ആയിരിക്കും ഉപയോഗിച്ച് കഴിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്തെ ഫീല് നമുക്ക് വരുന്നുണ്ട്. കൊള്ളാം. അപ്പോൾ നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. രണ്ടെണ്ണത്തിൻ്റെ കാര്യമുണ്ടായിരുന്നു, പക്ഷെ അത് വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് 4 മേടിച്ച് കഴിച്ച്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടാസ്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത സെക്കൻഡ് ടാസ്ക് വരുന്നുണ്ട്. എന്തായാലും നമുക്ക് അടുത്തതിലേക്ക് പോകാം. ബാ. ഹേ ഗൈസ്, അങ്ങനെ നമ്മൾ ലഞ്ച് കഴിക്കാൻ വന്നേക്കുവാണ്. ഇപ്പം 2-2:30 ആയി. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഉറങ്ങിപ്പോയി, താമസിച്ചു പോയി. പിന്നെ ചോറുണ്ടോയെന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് അവിടെ പോയി തിരക്കാം. ഒരു വീട്ടിലൂണിൻ്റെ ഇതാണ്, ഷോപ്പിലാണ് നമ്മൾ വന്നേക്കുന്നത്. അപ്പം എന്തായാലും പോയി നോക്കാം. എന്തെങ്കിലും കാണാതിരിക്കത്തില്ലായിരിക്കും, പോയി നോക്കാം. എന്തായാലും സമയം പോയിട്ട് നമുക്ക് കഞ്ഞിയാണ് കിട്ടിയത്. കഞ്ഞിയെങ്കിലുള്ള കഞ്ഞി വരുന്ന വേശി. എൻ്റെ ഇടവ് ഞാൻ ശരിക്കും ഞെട്ടി കേട്ടോ. നമ്മൾ അത്രയും വയറ് നിറച്ച് കഞ്ഞിയും പയറും അച്ചാറും പപ്പടവും തോരനും എല്ലാം കൂടെ കൂട്ടിയടിച്ചിട്ട് നമുക്ക് 50 രൂപ നമുക്ക് ആയിട്ടുള്ളൂ. ഇനി നമുക്ക് കിടപ്പുണ്ട് 102 രൂപ ഉണ്ട് നമ്മുടെ ബാലൻസ്. നമുക്ക് ലാവിഷായിട്ട് ഇനി നൈറ്റ് ഫുഡ് അടിക്കാനും പറ്റും, അല്ല മിച്ചം പിടിക്കാനും പറ്റും. നല്ലൊരു ഐഡിയ ആയിപ്പോയി ഇത് കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു, വയറ് നിറയുകയും ചെയ്തു. ലവ് ഇറ്റ്. അപ്പോൾ നമ്മളെന്തായാലും ഒരു ചായ ഒരു കടിയും മേടിച്ചു. അപ്പം നമ്മൾ ചായ കടി പിന്നെ ഉച്ചക്കലത്തത് രാവിലത്തത് ഭക്ഷണം എല്ലാം കഴിഞ്ഞു. ഇനി നമ്മുടെ കയ്യിലുള്ളത് 82 രൂപയാണ്. കണ്ടോ, ഇനിയും ബാക്കി 82 രൂപയുണ്ട് നമുക്ക് ബാക്കി. അപ്പോൾ ഒരാൾക്ക് ജീവിക്കാൻ 200 രൂപ ധാരാളം തന്നെ എന്ന് പറയുന്നുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് രാത്രിയിലെ ഡിന്നറോടുണ്ട്, അത് ഭക്ഷണമുണ്ട്, അതിനി പുറത്തുനിന്നാണ്. അതുകൂടെ കഴിയുമ്പോഴത്തേന് ഫൈനൽ ബഡ്ജറ്റ് ഞാൻ കാണിക്കാം. ഒരാൾക്ക് ഒരു ദിവസം ജീവിക്കാൻ എത്ര രൂപ വേണമെന്നുള്ളത്, അതും ലാവിഷായിട്ട് ജീവിക്കാന്നുള്ളത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനി ബാക്കി ലാസ്റ്റ് കാണാം. അപ്പം നമ്മുടെ ഡിന്നർ ഫിനിഷ് ആയിട്ടുണ്ട്. 3 ദോശ, ഒരു ഓംലെറ്റ് സിംഗിൾ ഫിനിഷ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ സേവിങ്സ്, 27 രൂപ. ഗായ്സ്, അപ്പം നമ്മൾ 27 രൂപയാണ് നമ്മുടെ സേവിങ്സ് ആയിട്ട് വരുന്നത്.
അപ്പോൾ 200 രൂപ കൊണ്ട് നമുക്കൊരു ദിവസം സർവൈവ് ചെയ്യാന്നുള്ള ഫൈനൽ സ്റ്റേജാണ്. 27 രൂപ ബാലൻസ് നമുക്ക് വന്നിട്ടുണ്ട്. അത്ര നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഡിന്നറിന് വന്നേക്കുന്നത് 3 ദോശ ഒരു സിംഗിളുമാണ്. ടോട്ടൽ 55 രൂപ. അപ്പോൾ അതോടെ നമ്മുടെ കണക്കുകളെല്ലാം തീർന്നു. അപ്പോൾ 27 രൂപ ബാക്കിയുണ്ട്. അതിന് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുന്നു. അപ്പോൾ ലാസ്റ്റ് വന്ന് 20 രൂപയ്ക്ക് ഞങ്ങളൊരു 2 ബിങ്കോ മേടിച്ച് തിന്നാൻ വേണ്ടിയായിരുന്നു. 10ൻ്റെ 2 ബിങ്കോ. അതോടെ കഴിഞ്ഞാൽ 7 രൂപ ബാലൻസാണ്. അതിന് എന്ത് ചെയ്യണം? ഡ്രൈവെല്ലാം മേടിക്കാം. അപ്പം 20 രൂപ കൊടുത്ത് ബിങ്കോ മേടിക്കാൻ പോകുന്നു. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഡേ ചലഞ്ച് തീരുകയാണ്. 7 രൂപയാണ് അപ്പോൾ ബാലൻസ് വന്നേക്കുന്നത്. 7 രൂപ വെച്ച് നമുക്ക് മുട്ടായി മേടിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റ.